ഇവനെ മനുഷ്യനുമായി കമ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇവനൊരു മൃഗവുമായി കമ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റത്തില്ല. ഈ ലോകത്ത് എന്തിനെ വെച്ചിട്ടാണ് ഇവനെ കമ്പയർ ചെയ്ത് സംസാരിക്കുകയെന്ന് ശരിക്കും എനിക്കറിയില്ല. അതുകൊണ്ട് അവൻ്റെ പേര് മാത്രം പറയാം. അഷ്കർ എന്ന ഒരു ആ ഗ്യാപ്പ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് കൊന്ന 2 വ്യക്തികൾ. അതിലേറ്റവും പൈശാചികമായ മനസ്സുള്ള ഒരാളാണ് അഷ്കർ എന്നുള്ളത്. അവൻ്റെ പാസ്റ്റുകൾ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ഞാനിപ്പോൾ ആ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല, കാരണം ഞാൻ സംസാരിച്ചുകൊണ്ട് മാത്രം നീതി നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ തീരുമാനിക്കുന്ന നിയമവും കോടതിയൊക്കെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നൊരു വിധി വരണമെന്നില്ല, അതൊക്കെ കോടതിയുടെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും പൈശാചികമായ രീതിയിലൊരു ക്രൂരത ഒരു പിഞ്ചു കുഞ്ഞിനോട് കാണിച്ച് ഇവരുടെ മനസ്സ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കൈ എടുത്തിട്ട് അതിലൊരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് 51 വരകൾ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത്. ആ കൊച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇത്രയേറെ മുറിവുകളുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഈ സ്ത്രീയും പുരുഷനും ചേർന്ന് എന്നെ ഉപദ്രവിക്കുകയാണ്, എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ആ കുട്ടിക്കില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെ മനസ്സ് വരുന്നത് നിങ്ങൾക്കൊക്കെ? ശരിക്കും ഭയങ്കര വേദനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനൊരു അച്ഛനാവാൻ പോകുന്ന വ്യക്തിയാണ്. ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞ 5 മാസത്തോളമായിട്ട് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ആ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേദനയുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്നതാണ്. അതൊരു വലിയൊരു കാലാവധിയിൽ സംഭവിക്കുന്നൊരു കാര്യമല്ലേ? ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു അച്ഛനും അമ്മയായിട്ട് തയ്യാറെടുക്കുന്നത്, അവർ പഠിക്കുന്നത്, അവർ ജീവിതം തുടങ്ങുന്നത്. ഈ ഒരു കാലയളവ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയായി അവൾ അനുഭവിക്കുന്ന വേദന, ത്യാഗം, സഹനം, ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളൊരു കാലാവധിയാണ്. ഇത്രയും കാലം ആ കുഞ്ഞിന് വേണ്ടി ചെലവഴിച്ച് പുറത്ത് വന്നതിന് ശേഷം ഇത്ര ക്രൂരമായി പെരുമാറി വളരെ പൈശാചികമായിട്ട് കൊന്നൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് ആ കൊച്ചു കുഞ്ഞ് ചെയ്തതെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ വഴികളുണ്ട്? അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യായിരുന്നില്ലേ? കൊല്ലണമായിരുന്നു അതിനെ. നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തിയ ഈ അവസരം ഉണ്ടല്ലോ, ഇത് ഒരുപാട് പേരുടെ, ഇവിടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. വാർത്തയിൽ കാണിക്കുന്നവരുടെ ഫേസിലേക്ക് നിങ്ങൾ നോക്കിയറിയാം, ഒരു തരി കുറ്റബോധം പോലുമില്ല. അത്രയും ക്രൂരനായ ഒരുത്തൻ, അവൻ ജയിലിടിഞ്ഞാലും പുറത്ത് വരരുതെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ.